എല്ലാ ഡിസ്ക്രിപ്ഷനും ഉള്ള ഒരു ഫിഗർ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മളുടെ ശരിക്കും പ്രോബ്ലം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിലത്ര ഡീറ്റെയിലിംഗ് കുറവായിരുന്നു. മനസ്സിലായി? ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്തായാലും ഡീറ്റെയിലിംഗ് കുറച്ചും കൂടി വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം കാണാൻ കഴിയുന്നില്ലേ വൃത്തിയായിട്ട് എല്ലാവർക്കും? രേവതി കാണാൻ കഴിയുന്നുണ്ടോ? രേവതിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട് സർ. അപ്പൊ ഇതാണ് നമ്മളുടെ ബീം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ സ്റ്റിറപ്പുകൾ സപ്പോർട്ടിനോട് ചേർന്ന് ഇവിടെ കണ്ട റൈറ്റ് സൈഡിൽ നോക്കിയാൽ സപ്പോർട്ടിനോട് ചേർന്ന് 12 സെന്റിമീറ്റർ ആണ് ഓരോന്നിന്റെ സ്പേസിങ്. അതായത് ഫസ്റ്റ് സ്റ്റിറപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20 സെന്റിമീറ്ററിലാണ് ബീമിന്റെ എൻഡിൽ നിന്ന്. പിന്നെ അങ്ങനത്തെ 1, 2, 3, 4, 5 1, 2, 3, 4, 5 5 സ്റ്റിറപ്പുകളുണ്ട്. എല്ലാം 12 സെന്റിമീറ്റർ ആണ് സ്പേസിങ്. പിന്നെ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 20 സെന്റിമീറ്റർ സ്പേസിങ് ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് സിറപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ സിറപ്പ് ഏതാണെന്ന് നോക്കി. ഈ ആദ്യത്തെ 5 എണ്ണം എന്ന് പറയുന്നത് ഡയ സിറപ്പുകളാണ് ആദ്യത്തെ 5 എണ്ണം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് 5 എന്ന് പറയുന്നത് അതായത് 1, 2, 3, 4 നെക്സ്റ്റ് 4 എണ്ണം എന്ന് പറയുന്നത് അതും 10 mm തന്നെയാണ്. പക്ഷെ സ്പേസിങ് 20 സെന്റിമീറ്റർ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് രണ്ട് സൈഡ് എൻഡിലുള്ള അവസ്ഥ. ഒരേപോലെ തന്നെയാണ്, രണ്ട് എൻഡിലും ഒരേപോലെ തന്നെയാണ്. ഇത് കഴിഞ്ഞ് ബാക്കി മിഡ് സ്പാനിലേക്ക് കടക്കും തോറും എന്താവും, സിറപ്പിന്റെ ഡയമീറ്റർ കുറയും. പിന്നീട് ഈ കാണുന്ന സിറപ്പുകൾ ഇത് കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 അങ്ങനെ ബാക്കിയുള്ള സിറപ്പുകളെല്ലാം 6 mm ആയ സിറപ്പുകളാണ്. അത് 35 സെന്റിമീറ്റർ ആണ് അതിന്റെ സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ മിഡ് സ്പാനോട് ചേർന്ന് 6 mm ആയ സിറപ്പുകൾ 35 mm സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ് നിൽക്കുന്നത്. നമ്മുടെ സപ്പോർട്ടിനോട് ചേർന്ന് എന്താണ് 10 mm ആയ സിറപ്പുകൾ 12 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസിൽ. അപ്പൊ ഇതാണ് രണ്ട് സൈഡിലെ അവസ്ഥ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ ഇപ്പം ഈ പ്രോബ്ലത്തില് എത്ര ഡിസ്റ്റൻസിലാണ് ഈ സിറപ്പുകളുടെ സ്പേസിങ്, ഇപ്പൊ ഡിഫറെന്റ് സ്പേസിംഗ് ഉള്ള സിറപ്പുകൾ എത്ര ഡിസ്റ്റൻസിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നമ്പർ തൽക്കാലം നമ്പർ എണ്ണി എടുക്കാം. എവിടം വരെ എണ്ണാൻ കഴിയും? അറ്റത്തുള്ള 1, 2, 3, 4, 5 12 സെന്റിമീറ്റർ സ്പേസിങ്ങിലുള്ള 10 mm ആയ സിറപ്പുകൾ. പിന്നെ 1, 2, 3, 4 20 സെന്റിമീറ്റർ സ്പേസിങ്ങിലുള്ള 10 mm ഡയ സിറപ്പുകൾ എണ്ണാൻ കഴിയും. പക്ഷെ നടുവിലുള്ള ഒന്നും എണ്ണാൻ കഴിയില്ല. നടുവ് കാരണം എന്താണ്, ഇത് ബ്രേക്ക് കാണിച്ചിട്ടുണ്ട്, കണ്ടിന്യൂവേഷൻ ഭാഗം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര എണ്ണം നമുക്ക് എണ്ണി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ നടുവിലുള്ള പോർഷൻ മാത്രം നമ്മൾ ലെങ്ത് പഴയ നമ്മുടെ ഫോർമുല യൂസ് ചെയ്ത് എത്ര സിറപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ബാക്കി രണ്ട് സൈഡിലെ രണ്ട് എൻഡിലെ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞു നിർത്തിയത് 10 mm ഡയാബാർസ് 12 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ്, അതായത് രണ്ട് അറ്റത്തുള്ള സപ്പോർട്ടിനോട് ചേർന്നുള്ള 10 mm ഡയാബാർസ് 12 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ്. അത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. 1, 2, 3, 4, 5 ഒരു എൻഡില് 5, മറ്റേ എൻഡില് 5, ടോട്ടൽ 10 numbers വരും. 10 numbers വരും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ്. ഈ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു അഡീഷണൽ സേഫ്റ്റി പോലെ നമ്മൾ കുറച്ച് ഇത് ലെങ്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? നമുക്ക് റാൻഡം നമ്പർ എടുക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് റാൻഡം നമ്പർ എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്റ്റിറപ്പിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ ഹാഫ് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പഴയ ഫിഗറിൽ ഇത് നോക്കിയാൽ ഇത് താഴെ 62 അല്ല 32 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റിറപ്പിന്റെ ഒരു പ്രൊഫൈൽ വരുന്നത്. സ്റ്റിറപ്പ് ഈ കാണുന്ന സ്റ്റിറപ്പിന്റെ പ്രൊഫൈൽ വരുന്നത്. ഇതിന്റെ ഡെപ്ത് 60 ആണ്, ഇങ്ങോട്ടേക്ക് ഒരു 32 ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി ലെങ്ത് എന്ന് പറഞ്ഞ് എന്തെടുക്കും വെച്ചാല് എന്തെടുക്കും നോക്കിയേ, സ്റ്റിറപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ?
ഈ ഫുൾ ലെങ്ത് ഇവിടെ മുതൽ ഒരു ഹുക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രെഡ്ത്ത്, ഒരു ഹൈറ്റ്, വേറെ ഒരു ബ്രെഡ്ത്ത്, പിന്നെ ഒരു ഹൈറ്റ്, പിന്നെ ഒരു ഹുക്ക്. ഇതാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫാക്ടർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടെ ലെങ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, ടോട്ടൽ കാൽക്കുലേഷനിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ടോട്ടൽ ലെങ്ത് എങ്ങനെ കിട്ടും നോക്കിയാൽ, ഇപ്പൊ 10 mm ഡയ ബാർസൺ സിറപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 0.65 × 2 പ്ലസ് 0.32 × 2. ഇങ്ങനെ വന്ന ഈ രണ്ട് വാല്യൂസ് 0.65 × 0.32. നമ്മുടെ സിറപ്പിന്റെ ഷേപ്പ് ഇതാണ്. നമ്മൾ സിറപ്പിന്റെ ഷേപ്പ് വരിക. പിന്നെ രണ്ട് ഹുക്ക് ഉണ്ട്. അതായത് ഇത് 65 ആണ് കേട്ടോ, 0.65 മീറ്റർ, ഇത് 0.32 മീറ്റർ. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഫിഗറിന്ന് എന്ത് ചെയ്യും, നമ്മൾ രണ്ട് സൈഡിലെ സ്പേസിങ്, ഇത് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 40 mm ആണ് അതിന്റെ കവർ, മുകളിലും താഴെയും 50 mm ആണ്. അങ്ങനെയാണ് നമുക്ക് 65 ന്റെ ഡെപ്ത് ആയിട്ടും 32 ആണ് 32ന്റെ വിഡ്ത് ആയിട്ടും കിട്ടുന്നത്. നമുക്ക് എന്ത് കിട്ടി, ലെങ്ത് കിട്ടി. അപ്പൊ 0.65 × 2 രണ്ട് സൈഡ്, അത് പെരിമീറ്റർ നോക്കിയാൽ പ്ലസ് 0.32 × 2, പിന്നെ രണ്ട് ഹുക്കുകൾ, രണ്ട് ഹുക്ക് 1, 2 രണ്ട് ഹുക്ക് ആണെന്നല്ലോ ഇവിടെ ചെറുതായിട്ട്, അത് ചെറുതായിട്ട് ഹുക്ക് കിട്ടും. പിന്നെ നമ്മൾ 0.3 എന്ന് പറയുന്ന സെറ്റ്. ആ 0.3 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബോട്ടത്തിലുള്ള വിഡ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് 0.32 ആണ്, പക്ഷെ നമ്മളുടെ 0.3 എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു റാൻഡം വാല്യൂ ചൂസ് ചെയ്യാം, അത് വലിയ എഫക്റ്റ് വരില്ല, അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതാണ്. നോക്കിയാൽ മൊത്തം ലെങ്ത് എന്ത് കിട്ടി, അതായത് ഈ ഫുൾ ലെങ്ത് എന്ത് കിട്ടി നോക്കിയേ, ആൻസർ എന്താ വരിക, ലെങ്ത്. ആരെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് പറയാൻ ആൻസർ എന്ത് വരുന്നു, 0.65 × 2 പ്ലസ് 0.32 × 2 പ്ലസ് ഹുക്കിന്റെ എന്താ പറയുക, രണ്ട് ഹുക്ക് 9 × 10 mm ഡയ ആണ് 0.01 പ്ലസ് 0.3. ടോട്ടൽ എന്താന്ന് വരും നോക്കോ, 0.65 × 2 പ്ലസ് 0.32 × 2 പ്ലസ് 2 × 9 × 0.01 പ്ലസ് 0.3, 2.42 മീറ്റർ വരും. അതാണ് ഒരു സിറപ്പിന്റെ ലെങ്ത്. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായോ? സിറപ്പിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആദിത്യ, സിറപ്പിന്റെ ലെങ്ത് എങ്ങനെയാ, എന്താണ് സിറപ്പിന്റെ ലെങ്ത് മനസ്സിലായോ? മനസ്സിലായി സർ. അതായത് നമ്മൾ ടോട്ടൽ ആ സിറപ്പ് നമ്മൾ എത്ര ബെൻഡിങ് ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ എടുക്കുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു എക്സ്ട്രായും കൂടി ആഡ് ചെയ്യും, അതായത് ഒരു ഫുൾ വിഡ്ത്ത് കൂടി നമ്മൾ ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ലെങ്ത് നമുക്ക് എഴുതാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ വളരെ എളുപ്പമായി. 10 നമ്പേഴ്സിന്റെ ഒരെണ്ണത്തിന് ലെങ്ത് 2.42 അപ്പൊ 24.2 കിട്ടി. ഇതാണ് നമ്മളുടെ ഒരു 10 mm ബാർ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു 10 mm ബാർ ഉണ്ട്. നമ്മളുടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, വേറൊരു 10 mm ബാർ വന്നിരിക്കുന്നത് അറ്റത്ത് നിന്ന് മാറി കുറച്ചുള്ളതാണ്. പിന്നെ 20 സെന്റിമീറ്റർ സ്പേസിംഗിലാണ് 10 mm ബാർസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം 10 mm ഡയ 12 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസിൽ, പിന്നെ 10 mm ഡയ 20 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസിൽ, പിന്നെ 6 mm ഡയ 35 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ. ഇത് കണ്ടില്ലേ, ഓരോന്നും പറയുന്നുണ്ട്. അപ്പം ഓരോന്നിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമുക്കുള്ളത് എന്താണ്, 10 mm ഡയ 20 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് നിലവിലെ ഈ ഫിഗറിനനുസരിച്ച് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ തന്നെ കഴിയും. കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഉണ്ടാവും, 1 2 3 4. അതായത് മനസ്സിലായി, 1 2 3 4 4 ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ 1 2 3 4 4 മറ്റേ സൈഡിൽ. മൊത്തം എത്ര ഉണ്ട്, മൊത്തം 8 ഉണ്ട് അല്ലേ? അപ്പൊ ഇതുവരെ നമുക്ക് കൗണ്ട് എടുക്കാൻ കഴിയും, ഫിഗറിന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പക്ഷെ പിന്നീടുള്ള സിറപ്പ് നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ലെങ്ത്തിന്റെ ഫോർമുല വെച്ച് തന്നെ കിട്ടണം. അപ്പൊ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ടൈപ്പ് സിറപ്പ് കുറിച്ച് പറയുന്നു. അതും എന്താണ്, ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞിരിക്കുന്ന എൻസിലാണ്. നെക്സ്റ്റ് 10 mm ഡയ സിറപ്സ്
അറ്റ് എത്ര 20 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ്. അത് ആദ്യത്തുള്ളത് 12 സെന്റിമീറ്റർ ആയിരുന്നു സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് വന്നത്. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്തു, ആ 20 സെന്റിമീറ്ററിലാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സിറപ്പ് വരുന്നത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് എഴുതിക്കോ. എത്ര വരുന്ന യൂണിറ്റ് വെയിറ്റ്? 0.62 കിലോഗ്രാം പെർ മീറ്റർ ആണ് യൂണിറ്റ് വെയിറ്റ്. അപ്പൊ എത്ര നമ്പർ ഉണ്ട് നമുക്ക് കിട്ടിയത്? ഒരു സൈഡില് 4, മറ്റേ സൈഡിൽ 4, അപ്പൊ മൊത്തം 8 നമ്പേഴ്സ് വരും. ലെങ്ത് സെയിം ആയിരിക്കും അല്ലെ? ലെങ്ത് എന്തെങ്കിലും മാറ്റം വരുമോ? അത് ഈ ഇവിടെയുള്ള ഒരു സിറപ്പും പിന്നെ എല്ലാ സിറപ്പിനും ഒരേ ലെങ്ത് ആയിരിക്കും. ചെറിയ മാറ്റം വരുള്ളൂ, ഡയമീറ്റർ അനുസരിച്ച് ചെറിയൊരു മാറ്റം വരും. പക്ഷെ ഒട്ടുമിക്ക സിറപ്പുകൾക്ക് എല്ലാത്തിനും ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത സിറപ്പും രണ്ടാമത് സ്പേസിങ് കൂടിയ തമ്മിലുള്ള സിറപ്പും ഒരേ ലെങ്ത് ആയിരിക്കും. ലെങ്ത് നമുക്ക് 2.42, നേരത്തെ കിട്ടിയ ലെങ്ത് തന്നെ ആയിരിക്കും ഈ സിറപ്പിന്റെ ലെങ്ത്. അത് നമ്മൾ 2.42 എന്ന് എടുക്കുന്നു. എന്നിട്ട് ടോട്ടൽ എന്ത് കിട്ടും? ലെങ്ത് 8 × 2.42 19.36 മീറ്റർ കിട്ടും ടോട്ടൽ ഇത്. അപ്പൊ ഇത് നമുക്ക് വേറൊരു ടൈപ്പ്, വേറെ ഡയമീറ്ററിലുള്ള ഒരു ബാറാണ്. എന്താണ്? 10 mm ഉണ്ടായ ബാർ, 10 mm ഉണ്ടായ ബാർ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞ് എഴുതാം. കാര്യം എന്താണ്? എന്റെ യൂണിറ്റ് വെയിറ്റ് സെയിം ആയതുകൊണ്ട് ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു എഴുതാം 19.36 പ്ലസ് 24.2 മീറ്റർ. എന്ത് വരും? ടോട്ടൽ ലെങ്ത് 43.6 എന്ന് പറഞ്ഞാൽ 43.6 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് വരിക. 43.6 മീറ്റർ. എന്നിട്ട് നമ്മൾ ടോട്ടൽ വെയിറ്റ് നോക്കണം. വെയിറ്റ് ഓഫ് 10 mm ഡയ barless syrups, 10 mm ഡയ സിറപ്സ്. ടോട്ടൽ 43.6 മൾട്ടിപ്ലൈഡ് ബൈ 0.42, 0.62 അല്ലെ? 43.6 by 0.62 എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത്, ടോട്ടൽ വെയിറ്റ് 27.03 കിലോഗ്രാം ആണ് നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടിയത് അല്ലെ? ആർക്കും ഡൗട്ട് ഉണ്ടോ എങ്ങനെയാണ് ടോട്ടൽ വെയിറ്റ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ? അമൽ ലക്ഷ്മണൻ. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ആരെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇക്കാര്യത്തിൽ? എങ്ങനെയാണ് നമുക്ക് ഈ സിറപ്പുകൾ എടുത്തതെന്നും ഉള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എല്ലാവരും എക്സിറ്റ് ആവുകയാണല്ലോ. അഞ്ജലി പ്രശാന്ത് ഉണ്ടോ? മനസ്സിലായോ എങ്ങനെയാ സിറപ്പുകളുടെ നമ്പേഴ്സ് എടുത്ത് ഓരോന്നിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ലെങ്ത് കിട്ടി എങ്ങനെയാന്ന്? അപ്പൊ നമ്മൾ ഇനി ഒരു ടൈപ്പ് സിറപ്പും കൂടി ബാക്കിയുള്ളൂ. അത് ഏതാണ് സിറപ്പ്? 6 mm ഡയ സിറപ്പാണ്. ഇത് ഓരോ ക്വസ്റ്റിനും യൂണീക്ക് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്താണ് അതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്? ഞാനിവിടെ 10 mm എല്ലാ ഡയമീറ്ററുള്ള എല്ലാം ഒരുമിച്ചാണ് എഴുതുന്നത്. കാര്യം എന്താണ്? വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെയുള്ളത് 6 mm ഉണ്ടായ സിറപ്പുകളാണ്. അത് പറഞ്ഞിരിക്കുന്നതാണ് ബാക്കിയുള്ള ഏരിയയിൽ, അതായത് നമ്മളുടെ ആദ്യം 2 എൻഡിലും കൊടുത്ത 12 സെന്റിമീറ്റർ സ്പേസിംഗ് കൊടുത്തത്, പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് 20 സെന്റിമീറ്റർ സ്പേസിംഗ് ആക്കി, പിന്നെ ഒരു 30 സെന്റിമീറ്റർ സ്പേസിംഗിലേക്ക് ആക്കി. പക്ഷെ അന്നേരം എന്ത് ചെയ്തു? സിറപ്പിന്റെ ഡയമീറ്റർ കുറച്ചു. കാര്യം നടുവിൽ ഷിയർ ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് സിറപ്പിന്റെ ഡയമീറ്ററും സിറപ്പിന്റെ ഏരിയ എന്ന് പറയാം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ 30 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ് ഫിഗറിൽ പറയുന്നത്. പക്ഷെ നമുക്ക് കൗണ്ട് കേൾക്കാൻ കഴിയില്ല നേരത്തെ ചെയ്ത പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഴയ ഫോർമുല യൂസ് ചെയ്യണം. എങ്ങനെയാണ്? ടോട്ടൽ ലെങ്ത് കണ്ടുപിടിച്ച് അതിനകത്ത് എത്ര സിറപ്പ് ഉണ്ട് എന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് ടോട്ടൽ ബാക്കി എത്ര ലെങ്ത് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? നോക്കിയേ, ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ എത്രയാണ് സെന്ററിലുള്ള പോർഷൻ, അതാണ് സെന്റർ പോർഷൻ സിറപ്സ് എന്ന് പറയുന്നത്. അതാണ് 6 mm ഡയമീറ്ററിൽ 35 സെന്റിമീറ്റർ സ്പേസിംഗിൽ കൊടുത്തിരിക്കുന്ന സെന്റർ പൊസിഷൻ സിറപ്പുകൾ. അതായത് കണ്ടില്ലേ, ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും.
നമ്മൾ എവിടെ വരെ എണ്ണി നമ്മൾ കണ്ടുപിടിച്ച് കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ച് 1 2 3 4 5 6 7 8 9 ഇവിടം വരെ എണ്ണിയിരുന്നത്. പിന്നെ ഓരോന്നും കൊടുത്തിരിക്കുന്നത് 35-ലാണ്. അത് എണ്ണം കഴിയുന്ന കാര്യം വെച്ചാൽ നടുവിലൊരു കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത്. മൊത്തത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റെപ്പിന്റെ ഒരു കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ എന്താണ് 8 മീറ്റർ സ്പാൻ അവര് കണ്ടിന്യൂഷൻ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, 35ന്റെ നമ്മൾ ലെങ്ത് വെച്ച് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് സെന്റർ പൊസിഷന്റെ ലെങ്ത് കിട്ടുക, സ്റ്റിറപ്പിന്റെ ലെങ്ത് കിട്ടാന്നറിയോ? 8.6 എന്താ മനസ്സിലായത്? നമ്മുടെ ടോട്ടൽ ഇതിന്റെ എഫക്റ്റീവ് സ്പാൻ, എഫക്റ്റീവ് സ്പാൻ അല്ല ടോട്ടൽ സ്പാൻ, എഫക്റ്റീവ് എന്ന് പറയാൻ കഴിയില്ല, ടോട്ടൽ സ്പാൻ -20 -20, അതായത് ഈ രണ്ട് സൈഡിൽ 20, 8 ക്ലിയർ സ്പാൻ +30 +30 8.6 കിട്ടി. അതിനകത്ത് രണ്ട് സൈഡിലും 20 ഓർത്തു. പിന്നെ എത്ര സ്റ്റിറപ്പുകളുണ്ട്? 12 mm സ്പേസിംഗിലുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 4, പിന്നെ 1 2 3 4 4. അപ്പൊ രണ്ട് സൈഡിലും 48 വെച്ച് കുറച്ച്, പിന്നെ രണ്ട് സൈഡിലും 1 2 3 4 1 2 3 4 രണ്ട് സൈഡിലും 80 വെച്ച് കുറച്ച്. നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സെന്റർ സ്പേസ്ഡ് എത്ര സെന്റർ സ്പേസ്ഡ് സ്റ്റിറപ്പ് എത്ര ലെങ്ത് ആണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മൊത്തം ലെങ്ത് എങ്ങനെ കിട്ടും ചോദിച്ചാൽ 8.6 മൈനസ് രണ്ട് സൈഡിലും 20 അല്ലെ, 0.2 മൈനസ് 0.2 രണ്ട് സൈഡിലും കുറച്ചു, ഇവിടുത്തെ 0.2 ഇവിടുത്തെ 0.2, പിന്നെ 12 mm സ്പേസിംഗിൽ വെച്ച ബാറുകളിൽ എത്ര സ്പേസിംഗ് ഉണ്ട്? 4 ബാർ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 48 വെച്ച് വരും. 12ന്റെ ഒപ്പം 48, രണ്ട് സൈഡിലും കൂടി 0.96 മൈനസ് 0.96. then നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്? 20 സെന്റിമീറ്റർ സ്പേസിങ്ങിലാണ്. ഒരു സൈഡിൽ എത്ര വരും? ഓക്കെ, 1 2 3 4, അപ്പം 4 × 20 80, അങ്ങനെ മൊത്തം രണ്ട് സൈഡിലും 1.6 വരും അല്ലെ, 1.6. അപ്പോൾ ഈ ബാക്കിയുള്ള ലെങ്ത് ആണ് എന്ത് പറയുന്നത്, നമുക്ക് ഈ സെന്റർ സ്പേസ് സ്റ്റിറപ്സ് കൊടുക്കാനുള്ള ലെങ്ത്, സ്പാൻ. അപ്പൊ സെന്റർ സ്പാൻ മൊത്തം എത്ര സ്പാനിലാണ് നമ്മൾ സെന്റർ സ്പേസ് സ്റ്റിറപ്സ് കൊടുക്കുക എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. എന്ത് കിട്ടും? 8.6 മൈനസ് 0.2 മൈനസ് 0.2 മൈനസ് 0.96 മൈനസ് 1.6, മൊത്തം 5.64 മീറ്റർ ആണ് നമ്മളുടെ സെന്റർ സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സെന്റർ സ്പാൻ ഈ പർട്ടിക്കുലർ കേസ്, അപ്പൊ നമ്മൾ 6 mm ഡയാബാർസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ 6 mm ഡയാബാർസ് 5.6 മീറ്റർ നീളത്തിലാണ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ മുതൽ ഈ അറ്റം വരെ 5.64 മീറ്റർ ആണ്. അപ്പൊ അതാണ് നമ്മുടെ ലെങ്ത്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പേസിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഇത് നമ്മൾ ലെങ്ത് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു രണ്ടറ്റത്തുള്ള 10 mm ബാർസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പം നമ്മളിപ്പോ നേരത്തെ കണ്ടുപിടിച്ച നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, അത് പിന്നീട് പറയാം, മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത്. അപ്പൊ ഈ ലെങ്ത്തിനകത്ത് 5.64 എന്ന് പറയുന്ന ലെങ്ത്തിനകത്ത് എത്ര ബാർസ്, എത്ര സ്റ്റിറപ്സ് 35 സെന്റിമീറ്റർ സ്പേസിംഗിൽ കൊടുക്കണം എന്നുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഇവിടെ നമുക്ക് എഴുതാം. നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടോട്ടൽ 5.64 ആണ്. അത് നമ്മളുടെ 5.64 ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പറഞ്ഞാൽ 0.35 പ്ലസ് 1. എത്ര നമ്പേഴ്സ് എന്ന് നോക്കിയാൽ 5.64 divided by 0.35 plus 1. എത്ര ആൻസർ വന്നേ? ആരും റെസ്പോണ്ട് ചെയ്യും. എത്ര ആൻസർ വന്നേ ആരും റെസ്പോണ്ട് ചെയ്യും. 17.1 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രയും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ഈ ലെങ്ത് എടുത്തത് നമ്മൾ അതിനകത്ത് ഓൾറെഡി ആ ലെങ്ത്തിനകത്ത് എന്ത് വിടുന്നുണ്ട്? രണ്ട് സൈഡിലെ ഓരോ 10 mm ബാർസും കൂടി പെടുന്നുണ്ട് ഇല്ലേ? അല്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? അതിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണമായിരുന്നു ഫോമുല. ഓർ എന്ന് പറഞ്ഞത് ഇപ്പൊ ഓർ 5.64 രണ്ട് സൈഡിലും നമ്മൾ കുറയ്ക്കുക. ഇത് ഈ ബാർ നമ്മൾ ഇവിടം മുതൽ ഇവിടം വരെയാണ് എടുക്കുന്നത്. രണ്ട് സൈഡിലെയും 35 കുറയ്ക്കുക.
5.64 minus 0.35 minus 0.35 divide by 0.35 മതി. മനസ്സിലായ എന്താണ്? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒന്നും കൂടി പറഞ്ഞുതരും. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ലെങ്ത് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ലെങ്ത് എഴുതുക? അതിപ്പം ഞാൻ എഴുതി കാണിക്കാന്ന് വെച്ചാൽ ഓക്കെ എഴുതി കാണിച്ചുതരാം. നമ്മളിപ്പോൾ ഒരു ലെങ്ത് പറയുന്ന വെച്ചാൽ ഇതിപ്പോൾ നോക്കോ, ഇതാണ് നമ്മളുടെ ബീം നോക്കിയാൽ ഇവിടെ നമ്മൾ സ്റ്റിറപ്പുകൾ തുടങ്ങാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നടുവിലുള്ള ഈ ഒരു സ്റ്റിറപ്പാണ്, ഈ ഒരു പോർഷനാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ 5.64 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന ഈ ഭാഗം. അതായത് ഇതാണ് നമ്മുടെ മിഡ് സ്പാൻ. അതിനകത്ത് ഈ രണ്ട് സൈഡിലുള്ള ബാറുകൾ ഇതും 10 mm ബാറുകളാണ്. ഇത് രണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ്ട. അപ്പൊ ശരിക്കും നമ്മൾ ഒന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഗ്യാപ്പ് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ബാർസ് 2 കുറയ്ക്കുക. അല്ല എങ്കിൽ ഓൾറെഡി നമ്മൾ 5.64 മൈനസ് ഇത് നമ്മൾ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യരുത്. കാര്യം 10 mm ബാറാണ്, ഇവിടെ മുതലാണ് 6 mm ബാർ തുടങ്ങുന്നത്. അപ്പോൾ 5.64 മൈനസ് ഈ 35ഉം ഈ 35ഉം കുറയ്ക്കുക. അതാണ് -0.35 മൈനസ് 0.35 എന്ന് എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒരു +1 എന്നും കൂടി ആഡ് കൂടി ചെയ്യേണ്ട വരില്ല. അത് നിങ്ങൾക്ക് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാന്നുള്ള. ഈ ഫോർമുലയിൽ നമ്മൾ +1 എന്നും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള കറക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊരു 0.35ന്റെ ഒരു 4 ബാറിന് വിചാരിക്കാം. എന്ത് ഇപ്പൊ 0.35 4 എന്താ വയ്ക്കാം, 1.4. ഇവിടെ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് ഇതിപ്പോ x ആണ് വയ്ക്കുക. ഇവിടെ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ലെങ്ത് 5.64 മൈനസ് 0.35 മൈനസ് 0.35. ഇതാണ് നമ്മുടെ ഈ ലെങ്ത് എന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് എത്ര സ്പേസിംഗ് ഉണ്ട്? 3 സ്പേസിംഗ് 4 ബാറുകൾ അല്ലെ. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ബാറുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, 5.64 മൈനസ് 0.35 രണ്ട് സൈഡിലും കുറയ്ക്കുക. എന്നിട്ട് അതിന്റെ സ്പേസിംഗ് എഴുതുക 0.35. +1 ആഡ് ചെയ്യാം. +1 ആഡ് ചെയ്യേണ്ട വരുന്നത്. +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും ബാർ? മനസ്സിലായി? കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ? അഞ്ജലി, പ്രശാന്ത്, കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഇപ്പം പ്രശ്നമില്ല. അതായത് നമ്മൾ അതിനകത്ത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ റൗണ്ട് ചെയ്യുന്നില്ല, അങ്ങനെ എഴുതിയിട്ട് 2 ബാറുകൾ കുറയ്ക്കുക രണ്ടായിരത്തെ, അല്ലെങ്കിൽ ആ 2 ബാറിന്റെ അപ്പുറം ഇപ്പുറമുള്ള സ്പേസിങ് കുറയ്ക്കുക. അപ്പൊ എത്ര നമ്പർ ഓഫ് ബാർസ് പറഞ്ഞാൽ എത്ര കിട്ടും നോക്കിയേ. നമ്പർ ഓഫ് ബാർസ് എത്ര കിട്ടിയത്? 5.64 മൈനസ് 0.35 മൈനസ് 0.35 ഡിവൈഡ് ബൈ 0.35 +1 15 ആണ് കിട്ടിയത്. 15.1 ആണ് നമ്മളെ 15 ആക്കി എഴുതുന്നത്. 15.3 എന്നൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ബാർസ് നമ്മൾ 16 ആക്കി എടുത്താൽ മതി. ഇവിടെ നമ്മൾ 15.15 ഇട്ടാൽ മതി. എന്നിട്ട് ഒരെണ്ണത്തിന്റെ ലെങ്ത് നമുക്കറിയാം. ലെങ്ത് സെയിം തന്നെ ആയിരിക്കും. ഏത് സ്റ്റെപ്പാണെങ്കിൽ ലെങ്ത് സെയിം ആയിരിക്കും. ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്, ഇതിന്റെ ഡയമീറ്റർ മാറുന്നുണ്ട്, വളരെ ചെറിയ വ്യത്യാസം വരും. പക്ഷെ അത് നമ്മളോട് കൺസിഡർ ചെയ്യേണ്ട. 15 ബാർസ് ഉണ്ട്, അത് നമ്മളുടെ മിഡ് സ്പാനിൽ കൊടുത്തിരുന്ന ഓരോന്നിന്റെ ലെങ്ത് 2.42 ആണ്. ടോട്ടൽ ലെങ്ത് എന്ത് വരും? 15 × 2.42 36.3 മീറ്റർ ആണ് വരിക അല്ലെ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ട് എങ്ങനെയാ ടോട്ടൽ ലെങ്ത് വന്നെന്നുള്ള കാര്യം? നമ്മൾ സെൻട്രൽ സ്പാനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളുടെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടിയത് 36.3 മീറ്റർ എന്നാണ്. ഇനി അതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ. യൂണിറ്റ് വെയിറ്റ് 0.22 ആണ്. 0.22 കിലോഗ്രാം പെർ മീറ്റർ എന്നാണ് വന്നിരിക്കുന്നത് യൂണിറ്റ് വെയിറ്റ് അല്ലെ. ഞാൻ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ
നമ്പർ സെപ്പറേറ്റ് എടുത്തേക്കാം. നിങ്ങൾ ക്വസ്റ്റിന് ഇത് ഇങ്ങനെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. നമുക്കിവിടെ തൽക്കാലം 0.22 കിലോഗ്രാം പെർ മീറ്റർ ആണ്. അപ്പം എന്ത് വരും? ടോട്ടൽ വെയിറ്റ് ഓഫ് 6 mm stirrups എന്നിട്ട് 36.3 multiplied by 0.22 എന്ത് വരും? 7.9 കിലോഗ്രാം വരും. 7.98 കിലോഗ്രാം അങ്ങോട്ടാണ് വരും. ഇത്രയാണ് നമുക്ക് ഇതാണ് നമ്മളുടെ 6 mm സ്റ്റിറപ്പിന്റെ ടോട്ടൽ വെയിറ്റ്. അപ്പൊ നമ്മളെല്ലാ ബാറും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കിയേ? നമ്മൾ ആദ്യം പറഞ്ഞ ബാർ ഏതാ? ഫസ്റ്റ് നമ്മൾ കവർ ചെയ്ത ബാർ 22 mm സ്ട്രൈറ്റ് ബാറുകൾ, മെയിൻ ബാറ്. പിന്നെ നമ്മൾ കവർ ചെയ്തത് 20 mm ബെൻഡപ്പ് ബാറുകൾ. പിന്നെ ഉള്ളത് സ്റ്റിറപ്പിലേക്ക് പോയി. സ്റ്റിറപ്പിനകത്ത് തന്നെ 10 mm ബാർസ് 2 സ്പേസിംഗിലായിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടായിരത്തും. എക്സ്ട്രീം എൻസിനോട് ചേർന്ന ഭാഗത്ത് 12 mm സ്പേസിംഗിലാണ്. പിന്നീട് കുറച്ചും കൂടി അകത്തേക്ക് വന്നപ്പോൾ അത് ടോട്ടൽ ഒരു സൈഡിൽ 5 എണ്ണം വെച്ച് കൊടുത്തു. നമുക്ക് ടോട്ടൽ 10 നമ്പേഴ്സ് കിട്ടി. പിന്നെ അകത്തോട്ട് വരുന്നതോറും ഇത് കുറച്ച് സ്പേസിങ് കൂടുന്നുണ്ട്. പിന്നെ കുറച്ച് 4 ബാർസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ് സ്പേസിങ്? 20 cm സ്പേസിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്, 4 ബാർസ് രണ്ട് സൈഡിൽ. അപ്പം സ്റ്റിറപ്പിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ടോട്ടൽ ലെങ്ത് നമുക്ക് 2.42 എന്ന് കിട്ടി. ഒരു 0.3 നമ്മൾ എക്സ്ട്രായും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചു. പിന്നെ ഏറ്റവും സെൻട്രൽ സ്പാനിൽ വരുന്നത് 6 mm സ്റ്റിറപ്പുകളാണ്. അപ്പോൾ അതിന്റെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിന് എത്രയാണ് റെസ്റ്റ് ഓഫ് സ്പാൻ ലെഫ്റ്റ് ബിഹൈൻഡ് കണ്ടുപിടിച്ച് അതിനകത്ത് നമ്മൾ സ്പേസിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിച്ചിട്ട് എഴുതി. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടിയത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റീൽ ബാർസിന്റെയും കൂടി ടോട്ടൽ വെയിറ്റ് എന്ത് വരും? നമ്മൾ ആദ്യം പറഞ്ഞ നമ്മളുടെ മെയിൻ ബാർ 22 mm ബാറിന്റെ 106 പ്ലസ് 20 mm ബെൻഡപ്പിന്റെ 93.6, പിന്നെ സ്റ്റിറപ്പുകളുടെ 10 mm സ്റ്റിറപ്പിന്റെ 27.3, 6 mm സ്റ്റിറപ്പിന്റെ 7.98. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് ബാർസ് ആണ് നമുക്ക് നിലവിലുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാവരും ലെങ്ത് കണ്ടുപിടിച്ച് ടോട്ടൽ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ എഴുതിക്കോ ടോട്ടൽ വെയിറ്റ് ഓഫ് ബാർസ് എന്ത് കിട്ടും? നമുക്ക് ഏകദേശം 250 കിലോഗ്രാം ആണ് കിട്ടുക. അതായത് 2.5 ക്വിന്റൽ ആണ് നമുക്ക് കിട്ടുക. ഇതല്ലേ ആൻസർ? എല്ലാ ബാറിന്റെയും കൂടെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യും? 2.5 ക്വിന്റൽ ബാർ വേണം നമുക്ക് മനസ്സിലായിട്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മളിതിനെ അബ്സ്ട്രാക്ട് ആക്കണം. അത് കഴിഞ്ഞ് ഷെഡ്യൂൾ ആക്കണം. അബ്സ്ട്രാക്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ അത് ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ എഴുതാം. നമുക്ക് പഴയതുപോലെ അബ്സ്ട്രാക്ട് എഴുതാം. അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് പഴയതുപോലെ തന്നെയാണ്. ഫസ്റ്റ് RCC. അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് മറ്റേ ഡിസ്ക്രിപ്ഷൻ കൂടി എഴുതണം. അതായത് 1:2:4 ആണെന്നും എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ബെൻഡിങ്ങും പക്ഷെ ഇൻക്ലൂഡിങ് സെന്ററിങ് ഷട്ടറിങ് എന്നൊക്കെ പറയണം. കാര്യം ഇതിനകത്ത് നമ്മൾ അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ നമ്മൾ റേറ്റ് പറയുന്നത് എന്തിനാണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പം കാര്യങ്ങളൊക്കെ എഴുതണം. നിങ്ങൾക്കത് നേരത്തെ നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്തപ്പെട്ട ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട്. ഈ കാര്യം അതേപോലെ എഴുതണം എന്നാണ് പറയുന്നത്. എക്സ്ക്ലൂഡിങ് സ്റ്റീലിന് ആൻഡ് ഇൻക്ലൂഡിങ് സെന്ററിങ് ആൻഡ് ഷട്ടറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതുക. ഇതാണ് നമ്മളുടെ സീരിയൽ നമ്പർ, പിന്നെ പർട്ടിക്കുലേഴ്സ്, പിന്നെ എഴുതേണ്ടത് ക്വാണ്ടിറ്റി, എന്ത് യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, പിന്നെ റേറ്റ് എന്ത് യൂണിറ്റാണ് പറയുന്നത്, റേറ്റ് പെർ എന്ത് യൂണിറ്റ് ആണ്, പിന്നെ ഉള്ളത് എമൗണ്ട്. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ RCCന്റെ എല്ലാത്തിൻ്റെയും എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറിനെ റിപ്പീറ്റ് ചെയ്യാൻ മതി. നമുക്ക് RCCന്റെ ക്വാണ്ടിറ്റി കിട്ടിയത് കാൽക്കുലേഷൻ RCCന്റെ ക്വാണ്ടിറ്റി കിട്ടി എത്രയാണെന്ന് നോക്കിയേ. നമുക്ക് കിട്ടിയത്
2.6 മീറ്റർ ക്യൂബ് ആണ്. 2.6 മീറ്റർ ക്യൂബ് ആണ് RCC ക്വാണ്ടിറ്റി എഴുതുക. 2.6 യൂണിറ്റ് മീറ്റർ ക്യൂബ്. റേറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എത്രയാണ്? ഒരു 6,750 അങ്ങനെ കിട്ടും. അത് അവർ ക്വസ്റ്റിന് പറയും. അത് ആ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ ക്യൂബിൽ തന്നെ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. 17 ഇതായിരിക്കും ആൻസർ വരിക. പിന്നെ അതേപോലെ രണ്ടാമത് സ്റ്റീൽ ബാർസ്. ഇതിന്റെയും കൂടെ ഡിസ്ക്രിപ്ഷൻ എഴുതണം. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? ഇൻക്ലൂഡിങ് സ്റ്റീൽ ബാർസ് ഇൻക്ലൂഡിങ് വെൻഡിങ് ഇൻ RCC. അതായത് നമ്മൾ ബെൻഡിങ് ഉൾപ്പെടെയാണ് നമ്മൾ ഇതിന്റെ എസ്റ്റിമേറ്റ് പറയുന്നത്. നമ്മൾ കോൺട്രാക്ടർ ബെൻഡിങ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു തരണം. അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം നമ്മൾ പൈസ ചെലവാക്കില്ല. ഈ ബെൻഡിങ്ങിന് വർക്കേഴ്സിന് കൊടുക്കുന്ന പൈസ ഉൾപ്പെടെ ഇതിനകത്ത് വരും എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര കിട്ടി നമുക്ക് ടോട്ടൽ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 250 കിലോഗ്രാം അല്ലേ നമ്മൾ ടോട്ടൽ കിട്ടിയതാ. ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ ബാർസ്, എല്ലാ ബാറുകളും വന്നിട്ടുണ്ട്. അതായത് മെയിൻ ബാറുള്ള സിറപ്പ് എല്ലാത്തിനും വെയിറ്റ് 2.5 ക്വിന്റൽ ഉണ്ട്. ഇതാ 2.5 ക്വിന്റലിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. റേറ്റ് പറയുന്നത് ഒരു 5,000 കേട്ടോ. അതും ക്വിന്റൽ തന്നെയാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ ക്വിന്റൽ തന്നെയാണ്. ടോട്ടൽ എമൗണ്ട് എന്ത് വരും? 12,500. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താ ടോട്ടൽ 29,915 ആണ് വരിക. എത്രയാ വരും? അതിന്റെ കൂടെ ഒരു 5% കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ 1.05 into 29,915 എന്താണ് ആൻസർ? ഇനി എന്തോ ആൻസർ വരും? സംതിങ് അറൌണ്ട് ദിസ്. ഇതാണ് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ. നിങ്ങളൊരു എസ്റ്റിമേറ്റ് കഴിഞ്ഞാൽ അതേപോലെ അബ്സ്ട്രാക്ട് ഉണ്ടാക്കുക. ഇത് എല്ലാ കാര്യത്തിലും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ഇടുന്നത്, ഈ അബ്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് കാര്യങ്ങൾ. അപ്പൊ അതൊരു സെക്കൻഡ് മോഡ്യൂളിൽ കുറച്ച് ക്ലാസ് എടുത്തിട്ട് പ്രത്യേകമായിട്ട് അവർ ചോദിക്കും. ഇപ്പോൾ 1:2:4 കോൺക്രീറ്റ് ഒക്കെയാണ് എങ്ങനെയാണ് അബ്സ്ട്രാക്ട് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ഓഫ് ബാർസ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഷെഡ്യൂൾ ഓഫ് ബാർസ് ഉണ്ടാക്കുക. നമ്മൾ ഓരോ ബാർ നമ്മൾ പറഞ്ഞു. ഷെഡ്യൂൾ ഓഫ് ബാർസ് അബ്സ്ട്രാക്ട് കഴിഞ്ഞിട്ട്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് മുന്നേ എഴുതാൻ. കാര്യം ഷെഡ്യൂൾ ഓഫ് ബാർസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുക അബ്സ്ട്രാക്റ്റിനേക്കാളും. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ബാർസ് ഇൻക്ലൂഡ് ചെയ്യുക. അബ്സ്ട്രാക്ട് ആണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. കാര്യം ഷെഡ്യൂൾ ബാർസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഏതൊക്കെ ബാർസ് നോക്കിയേ. നമുക്ക് ആദ്യം പറഞ്ഞ ബാർ മെയിൻ ബാർസ്. മെയിൻ ബാർസ് എന്താണ്? 22 mm ഡയ ബാറാണ് മെയിൻ ബാർ. അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ബാറുകൾ. നമ്മുടെ ഫിഗറിൽ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ബാറുകൾ കണ്ടല്ലേ? അതാണ് നമ്മളുടെ മെയിൻ ബാർ. 22 mm ഡയ മെയിൻ ബാർ. ഇതാണ് അതിന്റെ ഷേപ്പ് ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നതിന്റെ. അതിന്റെ ടോട്ടൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ എഴുതുക. അതായത് നമ്മൾ എഴുതുമ്പോൾ ഡിസ്ക്രിപ്ഷൻ, സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ഷേപ്പ്, പിന്നെ ലെങ്ത്, നമ്പേഴ്സ്, ടോട്ടൽ ലെങ്ത്, വെയിറ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഷെഡ്യൂൾ ബാർസ് എഴുതുന്നത്. അതായത് സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ഏത് ബാറാണ് നമ്മൾ പറയുന്നത്, പിന്നെ അതിന്റെ ഷേപ്പ്. ഷേപ്പ് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഒരു ടോട്ടൽ ലെങ്ത് എഴുതുക. ടോട്ടൽ ലെങ്ത് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ ഹിക്ക് കൂട്ടാനുള്ള ലെങ്ത് ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് നമ്മൾ ഷേപ്പിനെ ജസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഇതിന്റെ ലെങ്ത് എന്ന്? 8.52 അങ്ങനെ. അത് ഏത് മീറ്ററിലാണോ സെന്റിമീറ്ററിലാണോ എന്നുള്ള കാര്യം എഴുതുക. പിന്നെ ലെങ്ത് ടോട്ടൽ ലെങ്ത് ആണ്. ഇത് ഹുക്ക് ഉൾപ്പെടെ കൂട്ടിയിട്ടുള്ള ലെങ്ത് 8.92 വരും. പിന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം. നമ്പേഴ്സ് എത്ര? 4 നമ്പേഴ്സ് അല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, 4 നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ. താഴത്തെ 4 ബാറുകൾ ആണ് നമ്മുടെ മെയിൻ 22 mm ഡയ ബാർസ്. 4 നമ്പേഴ്സ് ആണ്. ടോട്ടൽ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് എത്രയാണ്? 8 മീറ്റർ ആക്കിയത്. അപ്പൊ അത് എഴുതാം. 35.8 മീറ്റർ. എന്താണ് അതിന്റെ വെയിറ്റ് കിട്ടിയത്? വെയിറ്റ് 106.3 കിലോഗ്രാം. 106.3 കിലോഗ്രാം. കിലോഗ്രാമിലോ ക്വിന്റലിലോ എഴുതാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ്. രണ്ടാമത് മെയിൻ ബാറുകൾ. മെയിൻ ബാർസ് 20 mm ആയ. അതിന്റെ ഷേപ്പ് എന്താണ്? അത് ബെൻഡപ്പ് ബാറുകളാണ്. ഇതിന്റെ ഷേപ്പ് ബെൻഡപ്പ് ബാറുകളാണ്. ആ ഷേപ്പ് വരയ്ക്കുക.
ടോട്ടൽ ലെങ്ത് പഴയ പോലെ തന്നെ ടോട്ടൽ 852, പിന്നെ ഓരോന്നിൽ എത്രയാണ് ലെങ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. മനസ്സിലായോ? അപ്പൊ ഇതിപ്പം ഒരു എത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടത് അല്ല ഈ ഫിഗർ നോക്കാം. ഫിഗറിനകത്ത് ഇതാണ് നമ്മളുടെ ഒരു വെൻഡബാർ. 2 വെൻഡബാറുകൾ പറയുന്നുണ്ട് ഉണ്ടല്ലേ. അപ്പൊ ഓരോന്നിലേക്കുള്ള ലെങ്ത്തും ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ടോട്ടൽ ലെങ്ത് 30 - 70, രണ്ട് സൈഡിലും 100 വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് കിട്ടും എത്രയാണ് നമ്മളെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. അത് എഴുതാം. എന്നിട്ട് എന്റെ ടോട്ടൽ ലെങ്ത് കിട്ടിയിരിക്കുന്നത് എത്രയാണ് വെൻഡബാർസിലെ പാർട്സിലെ 9.48 മീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്നത് 9.48 മീറ്റർ എന്നാണ് കണ്ട ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ആ ലെങ്ത് ഇവിടെ എഴുതാം. ഇത്ര നമ്പേഴ്സ് ഉണ്ട്, അത് 4 നമ്പേഴ്സ് തന്നെയാണ്. അല്ല, അത് 4 നമ്പേഴ്സ് അല്ല, 2 നമ്പേഴ്സ് ആണ്. കാര്യം 2 ടൈപ്പ് വെൻഡബാർസ് വരുന്നുണ്ട് നമുക്ക്. ഏതൊക്കെ മനസ്സിലായോ? ഒന്ന് ഇങ്ങനെ ഒരു ലെങ്തില് പുറത്തു കൂടി കാണുന്ന ആ ഒരു വെൻഡബ്, പിന്നെ അകത്തു കൂടി ചെറുത് ഒരെണ്ണം കണ്ടില്ലേ, അങ്ങനത്തെ 4 എണ്ണം വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ കാണുന്നുണ്ടെങ്കിലും ശരിക്കും കണ്ടില്ലേ, രണ്ട് വി പോലെ കണ്ടില്ലേ, അത് 2 സെപ്പറേറ്റ് വെൻഡബാറാണ്. അപ്പൊ അങ്ങനത്തെ 2 എണ്ണം വെച്ചിട്ടുണ്ടാവും ഒരു സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. ഇവിടെ എന്റെ പുറകിൽ ഒരെണ്ണം, പിന്നെ ഇവിടെ എന്റെ പുറകിൽ ഒരെണ്ണം. അപ്പൊ ഇത് 2 നമ്പേഴ്സേ വരുള്ളൂ. ഇത് 2 നമ്പേഴ്സ് വരും. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് 18.96. അതായത് ഒരെണ്ണത്തിന്റെ 9.48 into 18.96. ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 46.83. പിന്നെ രണ്ടാമത് സെയിം തന്നെ, അതും വേറെ ടൈപ്പ് തന്നെയാണ്, മെയിൻ ബാർസ്. അതും 20 mm തന്നെ ഡയ ബെൻഡപ്പ് എന്ന് എഴുതുന്നുണ്ടോ അവിടെ, ബെൻഡപ്പ്. ഇത് സ്ട്രെയിറ്റ്. ഓരോന്നിന്റെ മാക്സിമം ഡിസ്ക്രിപ്ഷൻ ഉൾക്കൊള്ളിക്കാൻ നോക്കാം. ഒന്ന് ബെൻഡപ്പാന്ന് പറയാം. ഇതിനകത്ത് ഈ ലെങ്ത് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ നേരത്തെ നമുക്ക് കിട്ടിയത് ഔട്ടർ സെക്ഷനോട് 660 ആണ്. അത് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ലെങ്ത് കുറച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ലെങ്ത് വരുന്നുള്ള. ഈ ഷേപ്പിലുള്ളതിന്റെ ലെങ്ത് വരുന്നത് എന്താണെന്നുള്ള മനസ്സിലാവും. അതായത് ഈ ലെങ്ത് എങ്ങനെ കിട്ടും, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നമുക്ക് കിട്ടിയ ഇവിടുത്തെ 660 എങ്ങനെ കിട്ടും? ഈ ടോട്ടൽ ലെങ്ത് എന്ത് ചെയ്യാം, 2 സൈഡിലുള്ള 70 + 30 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 660 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഈ ഭാഗത്തെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഷെഡ്യൂൾ ഓഫ് ബാർസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. രണ്ടാമത് പിന്നെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെയിം ഷേപ്പ് സെയിം ആണ്, പക്ഷെ ലെങ്ത് മാത്രം വ്യത്യാസം ഉണ്ടാവും. ഈ ലെങ്ത് വരുന്നത് എത്രയാണ്? 480 ആണ് വരുന്നത്. അതായത് ഇതിന്റെ അകത്ത് കൂടി വന്ന ബാറാണ് ഈ പറയുന്നത്, ഈ ബാർ. കണക്ഷൻ ലോസ്റ്റ് ആയോ? കാണുന്നുണ്ടല്ലോ അല്ലെ, എന്തൊരു സ്ലോ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഏതാ ബാർ എന്നറിയാം. രണ്ടാമതുള്ള ബാർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ബാറാണ്, അകത്തു കൂടി പോകുന്ന ബാറുകൾ. അപ്പൊ അതിന്റെ ലെങ്ത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ആ ലെങ്ത് അങ്ങ് എഴുതാം. അത് 480 ആയിരിക്കും. അതിനനുസരിച്ച് ബാക്കി എന്താന്നുള്ളത് കണ്ടുപിടിച്ചെഴുതാം. ഇത് ടോട്ടൽ ലെങ്ത് സെയിം തന്നെ ആയിരിക്കും, 852 തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ത് തന്നെയാണ്? 9.48 തന്നെയാണ്. നിങ്ങൾക്ക് കട്ടാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു മിനിറ്റ്. ആദിത്യ, കാണുന്നുണ്ട്. അതായത് സ്ലോ ആവുന്നുണ്ടോ ഞാൻ കാണിക്കുന്ന പ്രസന്റേഷൻ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ നമ്പേഴ്സ് രണ്ടാമത്തെ അകത്തുള്ള വെൻഡബാർസ് 2 നമ്പേഴ്സ് ആണ്. സെയിം ടോട്ടൽ ലെങ്ത് തന്നെ കിട്ടും, വെയിറ്റ് സെയിം തന്നെ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് നമ്മളതിന്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി 4th ബാർ. അപ്പൊ നമ്മൾ മെയിൻ ബാർസ് എല്ലാം കഴിഞ്ഞു. ഇനി സ്റ്റിറപ്പുകൾ. സ്റ്റിറപ്പുകളിൽ ഇതേപോലെ 3
അല്ല, നമ്മൾ ടോപ്പ് ബാറും കൂടി ഉണ്ട്. ടോപ്പ് ബാർ അത് നമ്മൾ മറന്നുപോയി. ടോപ്പ് ബാർ എന്ന് പറഞ്ഞാൽ ഏതാ മനസ്സിലായില്ലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ടോപ്പ് ബാർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ 2 കോർണറുകൾ കൊടുത്തിരിക്കുന്ന ബാറുകൾ. അത് നമ്മൾ ആ സ്റ്റിറപ്പിന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അത് ശരിക്കും സ്ട്രക്ചറിന്റെ കാര്യത്തിൽ, അതിന്റെ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ബാധിക്കില്ല. നമ്മൾ കൗണ്ട് ചെയ്യില്ല. ബാധിക്കും, പക്ഷെ നമ്മൾ അതിനെ കൗണ്ട് ചെയ്യില്ല. നമ്മൾ ശരിക്കും പറയുന്നത് നമ്മളുടെ ഈ സ്റ്റിറപ്പ് പ്രോപ്പർ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതാണ് ഈ ടോപ്പ് കോർണറിൽ 2 സ്ഥലത്തും കാണുന്ന ബാറുകൾ. ഈ 2 ബാറുകൾ 1, 2. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എസ്റ്റിമേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പിലായതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഷേപ്പ് വരിക. ടോട്ടൽ ലെങ്ത് എഴുതുക, 852 എന്ന് എഴുതുക. പറഞ്ഞതിന്റെ ലെങ്ത് 8.74 തന്നെ വരും. പിന്നെ 2 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക, 17.48 സംതിങ്. ടോട്ടൽ വെയിറ്റ് 15.56. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി 2 ടൈപ്പ് നമ്മൾ സ്റ്റിറപ്പുകൾ കൊടുക്കുന്നുണ്ട്. 10 സിറപ്പ്, 10 എമൗണ്ട് ആയ സ്റ്റിറപ്സ്. ആ സിറപ്പിന്റെ ഷേപ്പ് ഇവിടെ വരയ്ക്കും. നമ്മൾ ചെറുതായിട്ട് വരച്ചാൽ അതിന് മതി. ഇങ്ങനെയാണ് എൻ്റെ സിറപ്പിന്റെ ഷേപ്പ് വരിക. ആ ഹുക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതിന്റെ ലെങ്ത് അതിനകത്തിന് പറയാം, 65. റൈറ്റ് സൈഡിലോട്ട് 32. കാണാൻ കഴിയുന്നുണ്ടോ ഞാൻ വരയ്ക്കുന്നത് കുറച്ച് ചെറുതാണ്. സ്റ്റിൽ ഇത് ലെങ്ത് 65 ആണ്, ഹൈറ്റ് 65 ആണ്, വിത്ത് 32. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ഷേപ്പ്. അപ്പൊ ടോട്ടൽ നമുക്ക് ലെങ്ത് കിട്ടും 2.42 മീറ്റർ എന്നാണ് കിട്ടുക. അതായത് 2 ഹുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു, ഫുൾ പെരിമീറ്റർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 2.42 എന്ന് കിട്ടും. എന്നിട്ട് നമ്പേഴ്സ് എത്ര ഉണ്ട് മൊത്തം? ഇതേ 10 സിറപ്പുകൾ എവിടെയൊക്കെയാണ്? നമ്മളുടെ 10 സിറപ്സ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ 10, ഒരു സൈഡിൽ എങ്ങനെയാണ് 12 സ്പേസിംഗിൽ 5 എണ്ണം, മറ്റേ സൈഡിൽ അതേപോലെ 5 എണ്ണം, അപ്പൊ മൊത്തം 10. പിന്നെ 20 സ്പേസിംഗിൽ 4 എണ്ണം ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ 4 എണ്ണം, അപ്പൊ മൊത്തം 5+4. ഇവിടെ 5+4 എന്തുവരാണ്? 18 നമ്പേഴ്സ് വരും. അപ്പൊ ടോട്ടൽ ലെങ്ത് നമ്മൾ എഴുതുക 43.56. അതിനനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങൾ എഴുതുക. പിന്നെ അതേപോലെ തന്നെ 6 ml സിറപ്സ്, അതിന്റെ ഷേപ്പ് ഇതേപോലെ തന്നെയാണ്. ഷേപ്പ് വരയ്ക്കും. കുറച്ച് വൃത്തിയുടെ വരച്ചാൽ കേട്ടോ, ഇത് ഉണ്ടാവും. ഇതാണ് നമ്മുടെ സിറപ്പിന്റെ ഷേപ്പ്. ഈ ഹുക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഹുക്ക് എഴുതുക, ലെങ്ത് 32. അപ്പൊ ഇത് ഏതാണ് ഇവിടെ പറയുന്നുള്ളത്? ഇവിടെ നിങ്ങൾ സെന്റിമീറ്റർ എഴുതണം, എന്നാലേ അവർക്ക് സെന്റിമീറ്ററിലെ അത് എഴുതുക. നമുക്ക് 2.4 ചെറുണ്ട്. നമുക്ക് അതിന്റെ ഡയമീറ്റർ എന്നുള്ള ചെറിയ മാറ്റം സാധ്യതയുണ്ട്, പക്ഷെ അത് കൗണ്ട് ചെയ്യുന്നില്ല. എത്ര നമ്പേഴ്സ് കിട്ടിയിരുന്നു? 15 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് 15 × 2.42 36.3 ആണ് ഇത്. 36.3 ലെങ്ത് അതായത് വരുന്നത് 43.56 10 സിറപ്പിന്റെ ബാറിന്റെ യൂണിറ്റ് എത്രയായിരുന്നു? 0.62 അല്ലേ? 0.62 ആണ് വരിക. ഇതെന്ത് വരും? 36.3 × 6 ml സിറപ്പിന്റെ ടോട്ടൽ വെയിറ്റ് എന്താ വരിക? യൂണിറ്റ് വെയിറ്റ് എന്താ വരിക? 0.22 മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എഴുതുക. പിന്നെയാണ് നമ്മൾ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഷെഡ്യൂളിന്റെ ഒന്നും കൂടി നോക്കാം. ഓരോ ബാർസും എന്താണ് എന്നെ ഡിസ്ക്രൈബ് ചെയ്യുക, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, മെയിൻ ബാർ ആയിട്ടാണോ പറയുക, അതിന്റെ ഷേപ്പ് വരയ്ക്കുക, അതിന്റെ ബേസിക് ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യുക, ടോട്ടൽ ലെങ്ത് എഴുതുക, ഏത് യൂണിറ്റ് എന്ന് പറയണം, ഇത് മീറ്റർ ആണ്. പിന്നെ എത്ര നമ്പേഴ്സിൽ എഴുതുക, ടോട്ടൽ ലെങ്ത് എഴുതുക, ടോട്ടൽ വെയിറ്റ് എഴുതുക. പിന്നെ അതേപോലെ മെയിൻ ബാർസ് എത്ര ഉണ്ട്, അതേപോലെ 2 ബെൻഡപ്പ് ബാർസ് ഉണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു, ഇത് ബെൻഡപ്പ് ആയിരുന്നു. 2 ടൈപ്പ് ബെൻഡപ്പ് ഉണ്ട്. 2 ടൈപ്പ് ബെൻഡപ്പ് ഏതൊക്കെ നമുക്ക് മനസ്സിലായില്ലേ? പുറമെ അകത്തു കൂടെ പോകുന്ന ഒരു ബെൻഡപ്പ് കണ്ടില്ലേ, ഇതൊന്നും പുറത്തു കൂടെ പോകുന്നത്. അതായത് അതിന്റെ
എന്താ പറയാ, ഇതിന്റെ ബെൻഡ് ചെയ്തിരിക്കുന്നതിന്റെ ലെങ്ത് മാത്രം വ്യത്യാസമുണ്ട്. ഏത് പോർഷൻ നിന്നാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം എഡ്ജിന്ന് നമ്മുടെ സപ്പോർട്ടിന്റെ എഡ്ജിന്ന് 70 സെന്റിമീറ്ററാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റേത് സപ്പോർട്ടിന്റെ എൻഡിന്ന് 160 സെന്റിമീറ്ററിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ 2 ബാർസ് ആണുള്ളത്. അപ്പൊ ആ 2 ബാർസ് നമ്മൾ മെൻഷൻ ചെയ്യാൻ ഷേപ്പ് വരയ്ക്കുക, ലെങ്ത് എഴുതുക. പിന്നെ ടോപ്പ് ബാർ അത് പറയാ. പിന്നെ സ്റ്റിറപ്പുകൾ 2 ടൈപ്പ്, 10mm ഡയസ് സ്റ്റിറപ്പും 6mm ഡയസ് സ്റ്റിറപ്പും ഇത് പറയാം. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ബാർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് ചെയ്ത ഈ പ്രോബ്ലത്തിൽ? ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് വെച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ അഞ്ജലി? ആർക്കും ഡൗട്ട് ഉണ്ടോ? ഗൂഗിൾ രാജ് ഡൗട്ട് ഉണ്ടോ? ഗൂഗിൾ രാജ് നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ ഇത് പറഞ്ഞ് നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ തേർഡ് മൊഡ്യൂൾ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിൽ പോയത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. പറയും ടോപ്പ് ബാറിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ് കിട്ടിയത്? ടോപ്പ് ബാറിന്റെ ടോട്ടൽ വെയിറ്റ് കണക്ഷൻ പോയി പറഞ്ഞുതരാം. കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടാവില്ല, കണക്ഷൻ പോയി. ടോപ്പ് ബാറിന്റെ ടോട്ടൽ വെയിറ്റ് കിട്ടിയത് 15.56 ആണെന്ന് തോന്നുന്നു. ടോപ്പ് ബാർ 20mm അല്ലേ? അപ്പൊ 20mm യൂണിറ്റ് വെയിറ്റ് എത്ര? ടോപ്പ് ബാർ 12mm ആണല്ലേ? 12mm ആണ് ടോപ്പ് ബാർ. അതിന്റെ യൂണിറ്റ് വെയിറ്റ് 0.89 ആണ് പറയുന്നത്. 89 കിലോഗ്രാം പെർ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് വെയിറ്റ്. അപ്പം 0.89 മൾട്ടിപ്ലൈഡ് ബൈ 17.5 ഒരു 15.6 കിലോഗ്രാം ആണ് ടോട്ടൽ വെയിറ്റ് കിട്ടിയേക്കുന്നത്. ആരാ ചോദിച്ചത്? അഞ്ജലി അല്ലേ? 15.6 കിലോഗ്രാം ആണ് ടോട്ടൽ കിട്ടിയേക്കുന്നത്. നെറ്റ്വർക്ക് പോയി. അപ്പൊ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇക്കാര്യത്തിൽ? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ തേർഡ് മൊഡ്യൂൾ ഏകദേശം നമ്മൾ കഴിഞ്ഞു എന്ന് പറയാം. ഏകദേശം കഴിഞ്ഞില്ല, നമുക്കിനി 2-3 ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ഒന്ന് റോഡിന്റെ എസ്റ്റിമേഷൻ ബാക്കിയായിട്ടുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം ബാക്കിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കൾവേർട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ തരംതിരിച്ചിരിക്കുന്നത് നമ്മളുടെ സെപ്റ്റിക് ടാങ്ക് ഡിസൈൻ, 50 യൂസേഴ്സിന്റെ സെപ്റ്റിക് ടാങ്കിന്റെ ഡിസൈൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അസൈൻമെന്റ് തരും. അതിന്റെ കൂടെ ഞാൻ അസൈൻമെന്റ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇനി നമ്മൾ പോകാൻ പോകുന്ന 4th മൊഡ്യൂൾ വാല്യുവേഷൻ ആണ്. അതിന്റെ കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ അസൈൻമെന്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഞാൻ നാളെ പറയാം. അപ്പൊ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.